ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൂന്തൽ വരട്ടിയതും ഒരു നാടൻ ഊണാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. കൂന്തൽ, കണവ എന്നൊക്കെ പറയും. ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് മുറിക്കുന്നതെന്ന് നോക്കാം. കൂന്തൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്കിന്ന് കളി നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ പിടിക്കും. എളുപ്പത്തിൽ അതിൻ്റെ സ്കിന്നൊക്കെ കളയാൻ കഴിയും, ഈസി ആയിട്ട്. പിന്നെ അടുത്തത് ഇവിടുന്നൊരു വെയ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതും ഇവിടുന്നിങ്ങനെ ഇതാക്കിയിട്ട് എടുക്കാം. അത്ര ഈസി ആയിട്ട് കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇത്രയും പെട്ടെന്ന് കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. വെളുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കൂന്തൽ നല്ല മുറിച്ച് നല്ല ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. കൂന്തൽ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്, വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, പെരുംജീരകപ്പൊടിയും ചേർക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് നന്നായി യോജിപ്പിച്ച് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയിലാണ് കണവ വരട്ടിയെടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചെടുക്കാം. അരിഞ്ഞു പോകാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ചതക്കാൻ മാത്രമേ പാടുള്ളൂ. ചെറിയൊരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക, വെളുത്തുള്ളി ചേർക്കുക, കരിവേപ്പില ചേർക്കുക, കൂന്തൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിനി മറ്റേ ഭാഗം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചത് ചേർക്കാം, തക്കാളി അരച്ചതും ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനിയിപ്പോൾ കുറച്ച് ആ ചെറിയുള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ വരും. കണവയിൽ ആദ്യം ചേർത്ത മസാല മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ മസാലയൊന്നും ചേർത്തിട്ടില്ല. നന്നായി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കണവ വരട്ടിയതാണ്, അപ്പോൾ നന്നായിട്ട് വരട്ടിയിട്ട് തന്നെ ഡ്രൈ ആയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് കറിവേപ്പില ഇടാം. നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട് കണവ. ഇതിനി മാറ്റി വെക്കാം. കണവക്ക് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ഉള്ളി ഇട്ട് ഉണ്ടാക്കിയാൽ. ചെറിയ ഉള്ളി തന്നെ എടുക്കണം, സവാളേനെ കാട്ടി ഒന്നും കൂടി രുചിയാണ് ഈ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഈ കണവ വെച്ചാൽ. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കണവ വരട്ടിയതിന്. കണവ വരട്ടിയതിൻ്റെ ഈ ഒരു മസാലക്കൂട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തത്
മീൻ ഫ്രൈ ചെയ്യാം. ഒരു ഇല വെച്ചിട്ടുണ്ട്, അതിലേക്ക് കറിവേപ്പില ഇടാം. വളരെ കുറച്ച് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഫിഷ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ക്യാരറ്റിൻ്റെ ഒരു തോരനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നാടൻ സ്റ്റൈലിലുള്ള ചോറ് വിളമ്പാം. ക്യാരറ്റ് തോരൻ, കൂന്തൽ വരട്ടിയത്, മോര് കറി, പൊരിച്ച മീനും. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. കൂന്തൽ വേറെ തന്നെ ഒരു രുചിയാണ് ഈ ഒരു വരട്ടിയ കൂന്തലിന്. ഈ ഒരു നാടനൂണ് നല്ലൊരു ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.